പ്രൈസ് ദി ലോർഡ്. ജോയ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും കർത്താവിലെ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഈ പുതുവർഷം നിങ്ങൾക്കൊക്കെ അനുഗ്രഹമാണെന്നും കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യാൻ നമ്മോടൊപ്പം ആയിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് സന്തോഷമായിരിക്കുന്നല്ലോ? സന്തോഷമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കൃപയാൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ആണല്ലോ അല്ലേ? ആമേൻ. ഓക്കെ ഓക്കെ. കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ജീവിതത്തിലെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങളുടെ സന്നിധാനത്ത് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ ദാസനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാനുള്ള എല്ലാ സ്വർഗീയ കൃപേന്ദ്ര ദാസന്റെ ദൈവം പകർന്നാട്ട് വായോടും നാവോടും അങ്ങ് കൂടെയിരിക്കണമേ. കേൾവിക്കാരുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഓക്കെ പാസ്റ്റേ, വീട്ടിൽ ആരൊക്കെയുണ്ട്, എവിടുന്നാണെന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് ജനാർദ്ദനൻ. എന്റെ കൂടെ കർത്താവ് എനിക്ക് തന്ന എന്റെ പ്രിയപ്പെട്ടവൾ സൗമ്യ, എന്റെ ഭാര്യ. കർത്താവ് ദാനമായി തന്ന 2 പൈതങ്ങളുണ്ട്, അഭിഷേക്, ആരാധന. പിന്നെ എന്റെ മാതാവ് എന്റെ കൂടെയുണ്ട്. ഞങ്ങള് കഴിഞ്ഞ 3 വർഷമായി ആദിച്ചനല്ലൂർ എന്ന ദേശത്ത് കൊല്ലം പട്ടണത്തിൽ നിന്നും 17 കിലോമീറ്റർ മാറി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ കൊല്ലം സെക്ഷന്റെ ഒരു ഭാഗമാണ് ഞാൻ. പയനിയർ വർക്കാണ് ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും കർത്താവ് ഇന്നയോളം അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. താങ്ക് യു പാസ്റ്റേ. കർത്താവ് നടത്തി ഒത്തിരി വിധങ്ങളും വഴികളും കാണുമല്ലോ. കർത്താവ് വിളിച്ച് വേർതിരിച്ചതുമൊക്കെ അതൊക്കെ കേൾക്കുവാൻ ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. കർത്താവിൻ്റെ ദാസന് ഇനിയുള്ള സമയം ഞാൻ നൽകി തരികയാണ്. താങ്ക് യു പാസ്റ്റേ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയ്സ് ടിവി, പ്രിയപ്പെട്ട റേച്ചൽ മാത്യു ആന്റി, അതിന്റെ സബ്സ്ക്രൈബേഴ്സ്, കേൾവിക്കാർ, കാണുന്നവർ, ദൈവദാസന്മാർ, ദൈവദാസിമാർ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊള്ളുന്നു. സംഭവബഹുലമായ 2025 നമ്മെ വിട്ടുപോയി. 2026 നമ്മെ കൈപിടിച്ച് അതിലേക്ക് നടത്തി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ജോയ്സ് ടിവിയുടെ ഒരു സബ്സ്ക്രൈബർ കൂടെയാണ്. ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങളും തീയിൽ കൂടെ ദൈവദാസന്മാരും ദൈവദാസിമാരും കടന്നുപോയ ഒത്തിരി കാര്യങ്ങള് കേൾപ്പാൻ ഇടവന്നിട്ടുണ്ട്. അതൊക്കെ വിശ്വാസ ജീവിതത്തിലും ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനൊക്കെ കാരണമായിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അനുഭവങ്ങൾ വളരെ വലുതാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് കർത്താവ് നമ്മെ വഴി നടത്തി ചില പ്രയാസങ്ങളിലും കൂടെയും പ്രതിസന്ധികളിൽ കൂടെയൊക്കെ നടത്തി നമ്മെ ഒരു നല്ല പാത്രമാക്കി അനേകർക്ക് തണുപ്പേകേണ്ടതിന് നമ്മെ അതിൽ കൂടെ കടത്തി വിടുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാന് എന്റെ പേര് കർത്താവിന്റെ ദാസി പറയുകയുണ്ടായി. എന്റെ പേര് ജനാർദ്ദനൻ എന്നാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിപ്പാൻ കർത്താവ് എനിക്ക് കൃപ തന്നത്. എന്റെ മാതാവിന്റെ പേര് കൃഷ്ണമ്മ എന്നാണ്. എന്റെ പിതാവിന്റെ പേര് അയ്യപ്പൻ എന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നീണ്ട 12 വർഷക്കാലത്തെ അവരുടെ കുടുംബ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതിരുന്ന് ഒത്തിരി പ്രാർത്ഥിക്കുകയും ഈ ലോകപരമായിട്ടുള്ള
അനേക കാര്യങ്ങളും ചെയ്തു അവർ. പക്ഷെ സ്വർഗത്തിലെ ദൈവം അടിയനെ കണ്ടതുകൊണ്ട് ആ നല്ല മാതാവിനും ആ നല്ല പിതാവിനും മകനായി ഈ ഭൂമിയിൽ ജനിപ്പാൻ ദൈവം അടിയന് കൃപ തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് അതിൻ്റെതായ എല്ലാ പാരമ്പര്യങ്ങളും പ്രത്യേകാൽ ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അടിയന്റെ പിതാവ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, കേരള സർക്കാരിലായിരുന്നു. അദ്ദേഹം 2 പ്രാവശ്യം ഗുഡ് സർവീസ് വാങ്ങിയ ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പിതാവിന് മകനായി ജനിപ്പാൻ എനിക്ക് ദൈവം തന്ന ഭാഗ്യം വളരെ വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അത് ഏറ്റവും വലിയ ഒരു നഷ്ടമായി. ഈ ലോകത്ത് ജീവിക്കുന്ന നാം പ്രൈസ് ഇതെല്ലാം ഈ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകണമെങ്കിലും ഒരു മാതാവ്, ഒരു പിതാവ്, അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ആശ്വാസമാണ്. അതൊരു നഷ്ടമായിട്ട് ഞാൻ എന്നും കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ജീവിത സാക്ഷ്യം, അനുഭവ സാക്ഷ്യം, ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ ഒക്കെ വർണ്ണിക്കുമ്പോൾ, വിവരിക്കുമ്പോൾ അതിനകത്തെല്ലാം ഇത് കയറി വരും. പ്രൈസ് ദി ലോർഡ്. ഇത് എന്നെ ഉയർത്തുവാനോ ജോയ്സ് ടിവിയെ ഉയർത്തുവാനോ അല്ല. പ്രത്യേകാൽ ഈ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ സമാനമായ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരെ ദൈവം എത്രത്തോളം വിടുവിക്കും എന്നതിന്റെ ഉറപ്പിന് വേണ്ടിയാണ്. അല്ലാതെ യാതൊന്നും ഇതിനകത്തില്ല എന്ന് ഞാൻ ആദ്യമേ ഓർപ്പിച്ചു കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് എൻ്റെ പിതാവിനും മാതാവിനും സ്വന്തമായി ഭവനമുണ്ടായിരുന്നു. ചില കാരണങ്ങൾ മൂലം അതൊക്കെ നഷ്ടപ്പെട്ടു പോകുകയും ഇപ്പോഴും ഞങ്ങൾ സ്വന്തമായ സ്ഥലമില്ലാതെ ഭവനമില്ലാതെ ആയിരിക്കുന്നു. അതില് ഞാൻ വളരെ സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തെന്നാൽ അങ്ങനെ വന്നത് കൊണ്ടാണ് ഈ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ ഇടയായത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു ബികോം ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞ് ചില പഠനങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ സാധാരണഗതിയിൽ ഈ നാടുകളിൽ ചെയ്യുന്നത് പോലെ ഒരുപാട് ബിസിനസ്സുകളും ജോലികളും ഒക്കെ ചെയ്തു. പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടായി. എൻ്റെ പിതാവ് റിട്ടയർ ആകുമ്പോൾ ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് ഏജ് ഡിഫറൻസ് ആണ് ഞങ്ങൾ തമ്മിൽ. എന്നാൽ ഒരു കൂട്ടുകാരനെ കൊണ്ട് നടക്കുന്നത് പോലെ എൻ്റെ പിതാവ് എന്നെ കൊണ്ട് നടക്കുമായിരുന്നു. അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങി. എന്നാൽ അത് അല്പകാലം മുന്നോട്ട് പോയെങ്കിലും അദ്ദേഹത്തിന് വേഗത്തിൽ സ്ട്രോക്ക് വരികയും പിന്നെ അത് നടത്തിക്കൊണ്ടുപോകാൻ വളരെ പ്രയാസം ഉണ്ടാകുകയും ചെയ്തു. അതുപോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആ ബിസിനസ്സിനകത്ത് കടന്നു വരികയും ഞങ്ങളുടെ ഭവനവും കമ്പനിയും എല്ലാം നഷ്ടപ്പെടുകയും സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാൻ വിദേശത്തേക്ക് കടന്നു പോകുകയും ചെയ്തു. വിദേശത്ത് പോയി നല്ലൊരു ജോലി കിട്ടി. എൻ്റെ സഹോദരിയുണ്ട്. എൻ്റെ സഹോദരി വിശ്വാസ ജീവിതത്തിലല്ല ഇപ്പോഴെങ്കിലും കർത്താവിനെ കാണുവാനും ഏറ്റെടുക്കുവാനും ഒക്കെ വലിയ മുഖാന്തരങ്ങൾ ഈ 2025 ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അവര് പാല എന്ന ദേശത്ത് പാർക്കുന്നു, ഹൈന്ദവരായി തന്നെ ജീവിക്കുന്നു. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഈ ദിവസങ്ങളിൽ അവരെ വിളിച്ച് വേർതിരിക്കും. ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് ഞാൻ ഗൾഫിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് മടങ്ങി വന്ന ചെറിയ ഒരു വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഹൈന്ദവ പശ്ചാത്തലത്തിലായിരുന്നത് കൊണ്ട് അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും, അമ്പലങ്ങൾ, പള്ളികൾ, മോസ്കുകൾ, മന്ത്രവാദികൾ എന്ന് വേണ്ട ജ്യോതിഷർ എന്നീ സകലവിധ ആളുകളെയും കണ്ട് ഇനി കാണുവാൻ ആരുമില്ല. എന്റെ ബിസിനസ് കൂപ്പുകുത്തി താപ്പോട്ട് പൊക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ 2013 മാർച്ച് 8-ാം തീയതി ഒരു സഹോദരൻ എന്നോട് വിളിച്ചു പറഞ്ഞു, നീ എല്ലാം ചെയ്തു കഴിഞ്ഞില്ലേ, എന്റെ കൂടെ ഒരു സ്ഥലത്ത് വരുമോ? അയ്യോ, ഒരു കച്ചത്തുരുമ്പെന്ന വണ്ണം അതിൽ നിന്നും പിടിച്ചു കയറാമല്ലോ, ഇനി അതും കൂടെ ഒന്ന് പരീക്ഷിക്കാമല്ലോ എന്ന് കരുതി അദ്ദേഹം വിളിച്ച സ്ഥലത്തേക്ക് ഞാൻ കടന്നുപോയി. ഞാൻ കൊല്ലം പട്ടണത്തിൽ ജനിച്ചു വളർന്നവനാണെങ്കിലും എനിക്ക് ഇങ്ങനെ വേർപാടും വിശുദ്ധിയോടും ജീവിക്കുന്ന ആളുകളെ ഒന്നും എനിക്ക് പരിചയമില്ലായിരുന്നു. ഞാൻ പഠിച്ചതും പഠിപ്പിക്കപ്പെട്ടതും ഒക്കെ ക്രൈസ്തവരായ സിസ്റ്റർമാരുടെ കൂടെയും അച്ഛന്മാരും ഒക്കെ നടത്തുന്ന സ്കൂളുകളിലും കോളേജിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്കറിയാവുന്ന ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ലോഹ ഇട്ടവരും തലേ തുണി ഇട്ടവരുമായ സിസ്റ്റർമാരും അച്ഛന്മാരും മാത്രമേ അറിയത്തുള്ളായിരുന്നു. എൻ്റെ അറിവ് അത്ര പരിമിതിയായിരുന്നു.
ഇദ്ദേഹം എന്നെ ഒരു പ്രാർത്ഥനയ്ക്കാണ് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ചെന്നപ്പോൾ ഒരു 4 സ്ത്രീകൾ, ഒരു മനുഷ്യൻ താഴെ ഇരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഒപ്പം വേറൊരു മനുഷ്യൻ ഇരിപ്പുണ്ട്. അവർ പാട്ടുപാടുന്നു, അവർ കൈയടിക്കുന്നു, എന്തൊക്കെയോ അവർ പറയുന്നു. അതിന്റെ മധ്യേ ഞാൻ ചെന്ന് കയറി ഈ സഹോദരന്റെ കൂടെ എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നു. പ്രാർത്ഥനയുടെ ഇടയിൽ ഞാൻ എന്റെ ബിസിനസ്സിനെ എങ്ങനെയെങ്കിലും വളർത്തിക്കൊണ്ടുവരണം. ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് മുഖേന എന്റെ ബിസിനസ് വളരുമല്ലോ, എന്റെ കടക്കെണികൾ മാറുമല്ലോ, പ്രയാസങ്ങൾ മാറുമല്ലോ എന്ന ഒറ്റ ചിന്തയിൽ, ഒറ്റ പ്രത്യാശയിൽ അതിലേക്ക് കടന്നുപോയി. പ്രാർത്ഥനയുടെ ഇടയിൽ ഈ ദൈവദാസൻ എന്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, നിങ്ങൾ 3 ഷട്ടർ ഇട്ട ഒരു കട നടത്തുന്ന മനുഷ്യനാണ്, എന്നാൽ ദൈവാത്മാവ് കാണിക്കുന്നു ഇത് 3ന്റെയും താഴെ വീഴുന്നതായിട്ട്. എനിക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും ആമർഷവും പ്രയാസവും ഒക്കെ ഉണ്ടായെങ്കിലും കടിച്ചു പിടിച്ച് ഞാൻ അവിടെ ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. അതെത്ര നന്നായി, സ്തോത്രം. ഭാവിയിൽ അത് ഒത്തിരി നന്നായി. എന്നോട് പറഞ്ഞു, ഏറെ താമസിയാതെ അത് താഴിട്ട് പൂട്ടുമെങ്കിലും ദൈവം മറ്റൊരു വഴി നിങ്ങൾക്ക് തുറക്കും. ആശ്വാസമായല്ലോ. ഞാൻ അവിടുന്ന് അന്നത്തെ പ്രാർത്ഥനയും വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന 11 മുതൽ 1 മണി വരെയാണ്. അത് കഴിഞ്ഞ് ഞാൻ എന്നെ വിളിച്ചു കൊണ്ടുവന്ന ആ സഹോദരനെ ആക്കേണ്ടിടത്താക്കിയിട്ട് ഞാൻ നടത്തിയിരുന്ന ആ സ്ഥാപനത്തിലേക്ക് ഞാൻ കടന്നുപോയപ്പോൾ അവിടെ എന്റെ സഹധർമ്മിണിയുണ്ട്. ഞാൻ എന്റെ സഹധർമ്മിണിയോട്, എന്റെ പ്രിയപ്പെട്ടവളോട് ഞാൻ അത് വിവരിക്കാനിടയായി. എന്റെ സഹധർമ്മിണിയുടെ സ്ഥലം അടൂരാണ്. അടൂർ എന്ന് പറയുന്നത് പെന്തക്കോസിന്റെ ഈറ്റില്ലമെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാം. ഞാനത് എന്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ അതൊന്നും വലിയ കാര്യമായി പരിഗണിച്ചില്ല. ഒരു കാര്യം എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി വിളിക്കണമേ. ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, ഞാൻ വെള്ളിയാഴ്ചയാണ് പോയത്. അങ്ങനെ ഞാൻ അന്ന് രാത്രി അദ്ദേഹത്തെ ഏതാണ്ട് 10 മണി മുതൽ 12:30 മണി വരെ നിരന്തരം വിളിച്ചിട്ടും കോൾ അറ്റൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം അന്ന് വെള്ളിയാഴ്ചയാണ്. ഗൾഫ് നാടുകളിൽ നിന്ന് അനേകർ അദ്ദേഹത്തെ വിളിക്കും. ഈ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് എനിക്ക് ഒത്തിരി അമർഷവും ദേഷ്യവും വീണ്ടും വന്നു. ഞാന് മൊബൈൽ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങി. ഏതാണ്ട് 12-12:30 ആയപ്പം അദ്ദേഹം എന്നെ തിരികെ വിളിച്ച് എനിക്ക് ഒത്തിരി സന്തോഷമായി. കാര്യങ്ങളെല്ലാം ചോദിച്ചു, പറഞ്ഞു. എന്ത് വിഷയമുണ്ടെങ്കിലും ഞായറാഴ്ചത്തെ സഭായോഗത്തിന് അങ്ങ് കടന്നു വരണം, സഹോദരൻ കടന്നു വരണം, അതൊരു അനുഗ്രഹമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു. ഭാര്യയും വിളിച്ചുകൊണ്ട് ഞാൻ ആരാധനയ്ക്ക് കടന്നുപോയി. അന്ന് എൻ്റെ കയ്യിൽ സത്യവേദ പുസ്തകമൊന്നുമില്ല. ഒരിടത്തുനിന്ന് കിട്ടിയ ഒരു POC ബൈബിള് മാത്രമുണ്ട്. വലിയ കാര്യത്തിൽ ഇതൊക്കെ എടുത്ത് ഒരു ബാഗിനകത്തൊക്കെ ആക്കി ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. 10 മണിക്ക് തുടങ്ങിയത് ഏതാണ്ട് 1:30 വരെ പ്രാർത്ഥന നീണ്ടുപോയി. നല്ല ആരാധന. പക്ഷെ ഇതെന്താ ഏതാന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് ആ പാട്ടറിയത്തില്ല, പ്രാർത്ഥന അറിയത്തില്ല, അവർ പറയുന്ന ഭാഷകൾ എനിക്ക് അറിയത്തില്ല, ചിട്ടവട്ടങ്ങൾ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാനും എന്റെ ഭാര്യയും ഏറ്റവും പിറകില് ഒരു സൈഡിൽ മാറിയിരുന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അതിന്റെ മധ്യേയും ആ ദൈവദാസൻ പറഞ്ഞു, നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്നത് ഇതിനല്ല. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലം പൂട്ടി മാറുകയും മറ്റൊരു സ്ഥലത്ത് നിങ്ങളെ അല്പകാലത്തേക്ക് ഉറപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹത്തിലൂടെ ദൈവാത്മാവ് സംസാരിച്ചു. ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാനായിരുന്ന ആ പശ്ചാത്തലത്തെ, സാധാരണ നമ്മള് ഈ നെയിം സ്ലിപ്പ് ഒക്കെ കീറിയെടുക്കുമല്ലോ, ഈ സ്റ്റിക്കർ പോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുന്നത് പോലെ എന്റെ പഴയ വിശ്വാസത്തെ ഞാൻ പാടെ ഇളക്കി മാറ്റി. ഞാൻ തീരുമാനിച്ചു, ഇത് തന്നെ ദൈവം, ഇതല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് എന്റെ ഉള്ളത്തിൽ നിന്ന് പറയുകയും എന്റെ ബുദ്ധിയിൽ അത് കേൾക്കുകയും ഞാനത് ഉറപ്പിക്കുകയും. അന്ന് വരെ ഞാനൊരു അന്ധവിശ്വാസിയെ പോലെ എന്തിനേയും ഏതിനേയും വിശ്വസിക്കുക. അതാ അവിടെ ദൈവം, അങ്ങോട്ട് പോകും. ഇതാ ഇവിടെയുണ്ട്, ഇങ്ങോട്ട് പോകും. അവിടെ ചെന്നാൽ ഒരു പ്രയാസം മാറും, ഇവിടെ ചെന്നാൽ അനുഗ്രഹം കിട്ടും, അവിടെ ചെന്നാൽ കടം മാറും, ഇവിടെ അത് ചെയ്താൽ നിന്റെ പ്രയാസങ്ങൾ മാറും. ഒന്ന് പറയട്ടെ, ഞാനും എന്റെ വൈഫും കൂടെയാണ് പോയത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അന്ന് 4 വർഷം തികഞ്ഞു. കുഞ്ഞിനെ കുറിച്ച്, ഞങ്ങൾക്കൊരു കുട്ടികളെ വേണമെന്ന് കുറിച്ച് പോലും മരുന്ന് കഴിച്ച് എനിക്ക് കുഞ്ഞു വേണ്ട എന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അത് വിശ്വാസ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, ഞാൻ വിശ്വാസ ജീവിതത്തിൽ വരുന്നതിന് മുന്നമേ ഉള്ള ഒരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് ചികിത്സയ്ക്കോ മറ്റോ ഒന്നിനും ഞാൻ കടന്നു പോയില്ല. എന്നാൽ
ഒരു വലിയ ഭാഗ്യം ദൈവം എനിക്ക് തന്നു. 2013 മാർച്ച് മാസം 8-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ആ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് കടന്നു പോകുന്നത്. 2013 ജൂലൈ മാസം 26-ാം തീയതി, ഏകദേശം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസം കൊണ്ട് സ്നാനപ്പെടാൻ ഞാൻ തയ്യാറാകുകയും കർത്താവിനെ എന്റെ സ്വന്തം രക്ഷിതാവെ ഏറ്റെടുക്കുകയും ഞാൻ ആരെയും നോക്കിയില്ല. 2013 ജൂലൈ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ ആയിരുന്ന ആ കടയിൽ നിന്നും എന്റെ വൈഫിനെ വണ്ടിയുടെ ബാക്കിൽ ഇരുത്തിക്കൊണ്ട് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് പോകുകയും ഞാനായിരുന്ന ആ സഭയിലെ കർത്തൃദാസന്റെ കൈക്കീഴിൽ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ ദൈവം എനിക്ക് വലിയ കൃപ തന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അന്ന് വചനം എനിക്കൊന്നും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാനിപ്പോൾ പറയാമല്ലോ, പ്രൈസ് ദി ലോർഡ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്നറിയാമോ? എത്ര വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ ആത്മാവിനെ മാത്രമല്ല, നമ്മുടെ ജീവനെ മാത്രമല്ല പുതുക്കുന്നത്, ശരീരത്തെയും കൂടെ പുതുക്കുന്നതാണ്. ആ സ്നാനം കഴിഞ്ഞു ഞാൻ ഒത്തിരി സന്തോഷവാനായി. അവിടെ ആയിരുന്ന കർത്തൃദാസൻ പറഞ്ഞു, ഏതായാലും ഇത്രയുമായില്ലേ, ഞാൻ പറയുന്നത് കേൾക്കൂ, ഞാൻ പറയുന്ന സ്ഥലത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യൂ. അങ്ങനെ ഞാനും എന്റെ സഹധർമ്മിണിയും കൂടെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെന്നു. ഞങ്ങൾ ചെക്ക് ചെയ്തു. 1% പോലും എനിക്ക് കുഞ്ഞുണ്ടാവാൻ സാധ്യത ഇല്ല എന്ന് മെഡിക്കൽ സയൻസ് എഴുതി. എങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. 125 രൂപയുടെ ഒരു സ്ട്രിപ്പ് മരുന്ന് നിങ്ങളൊന്ന് കഴിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞ് വരും. 10 ദിവസത്തേക്ക് 125 രൂപയാണ്. ഞാന് എന്റെ വൈഫുമായി സഹധർമ്മിണിയുമായി വന്ന ഒരു സ്ട്രിപ്പ് മരുന്ന് വാങ്ങി പറഞ്ഞതല്ലേ, കേൾക്കണമല്ലോ. അനുസരണയില്ലെങ്കിൽ പിന്നെ സ്നാനപ്പെട്ടിട്ട് എന്ത് പ്രയോജനം? അങ്ങനെ ഞാനത് വാങ്ങുകയും ഒരേ ഒരു ഗുളിക കഴിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ അത് കഴിക്കാൻ കർത്താവ് ഇടവരുത്തിയില്ല. ദൈവത്തിന് സ്തോത്രം. 2014 സെപ്റ്റംബർ 19-ാം തീയതി അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺ പൈതലിനെ ദൈവം അടിയന് ദാനമായി തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. അവന് ഞങ്ങൾ അഭിഷേകം എന്ന് പേരിട്ടു. അഭിഷേകമുള്ള കുഞ്ഞായി വളരട്ടെ, അനേകർക്ക് അഭിഷേകം പകർന്നു കൊടുപ്പാൻ ദൈവം അവനെ ഉപയോഗിക്കട്ടെ എന്ന നാമത്തിൽ അവന് അഭിഷേകം എന്ന് ഞങ്ങൾ നാമം അവന് ഇടുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അന്ന് എന്റെ പിതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടിട്ടില്ല. അന്ന് വളരെ ഭാരപ്പെട്ടായിരുന്നു, പ്രയാസമായിരുന്നു. ഒരിക്കലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ലാത്ത എന്റെ പിതാവ് ആ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും മരണശയ്യയോളം എത്തുകയും ചെയ്തു. എന്റെ മകൻ ജനിച്ചത് 2014 സെപ്റ്റംബർ 19-നാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ മരണശയ്യയിലായിരുന്ന എന്റെ പിതാവിന് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് മോഹമുണ്ടായി. അങ്ങനെ ഗൈനക്കോളജിസ്റ്റിനോട് പറഞ്ഞ് എനിക്ക് ദാനമായി തന്ന കുഞ്ഞിനെ എന്റെ പിതാവിനെ ഒന്ന് കാണിക്കണം. അപ്പൊ അവിടെ എഴുതിയൊക്കെ വെക്കണം പറഞ്ഞു. എഴുതിയെല്ലാം വച്ചു, സിഗ്നേച്ചറൊക്കെ ഇട്ട് എന്റെ കുഞ്ഞിനെ ഒരു കാറിനകത്ത് കൊണ്ടുവന്ന് എന്റെ പിതാവിനെ കാണിക്കുകയും മരണശയ്യയിൽ കിടന്ന് എന്റെ പിതാവ് ചാടി എഴുന്നേൽക്കുകയും കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ച് നോക്കുകയും ചെയ്തു. അതിന് 2 ദിവസം മുന്നേ എന്റെ പിതാവ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം മൊത്തം വായിച്ചു കേൾക്കുകയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു. ഞാനും എന്റെ പിതാവ് മാത്രമുണ്ടായിരുന്ന ആ മുറിയിൽ ഞാൻ കർത്താവിനെ പറഞ്ഞു കൊടുക്കുകയും അല്പം മാത്രം ഓർമ്മയും ആ ബോധവും ഉണ്ടായിരുന്ന സമയത്ത് കർത്താവിനെ ഏറ്റുപറയുകയുണ്ടായി. ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിന്റെ വചനം പറയുന്നു, നീ നിന്റെ മക്കളുടെ മക്കളെയും കാണും. നോക്കണേ, പ്രൈസ് ദി ലോർഡ്. അത് നിവർത്തീകരിപ്പാൻ ദൈവം സഹായിച്ചു. എന്റെ മൂത്ത പൈതലിനെ കാണുവാൻ ദൈവം കൃപ തന്നു. അന്ന് രാത്രി 12 മണി കഴിഞ്ഞു, ഏതാണ്ട് 1 മണി അടുപ്പിച്ചായപ്പോൾ എന്റെ പിതാവ് മരണത്തിലേക്ക് തെന്നി വീഴുകയും എന്റെ ഈ കൈകളിൽ ഇരുന്നും കൊണ്ട് അല്പം പാനീയം എന്റെ മാതാവിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കുടിക്കുകയും എന്റെ അമ്മയുടെയും എന്റെയും കൈകൾ ചേർത്ത് പിടിച്ച് ചിരിച്ചോണ്ട് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. നോക്കണേ, വാക്കു പറഞ്ഞവൻ വിശ്വസ്തനാണ്, വാക്ക് മാറുകയില്ല. നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും കാണുമെന്ന് പറഞ്ഞവൻ മരണശൈലിയിൽ കിടന്ന എന്റെ പിതാവ് കർത്താവിനെ ഏറ്റു പറഞ്ഞപ്പോൾ ആ ഭാഗ്യത്തെ കൊടുപ്പാൻ കർത്താവിന് കൃപ തോന്നി, കടാക്ഷം തോന്നി, ഇഷ്ടം തോന്നി. അങ്ങനെയെങ്കിൽ നിങ്ങളോടൊരു വാക്ക് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാൻ ശക്തനാണ് ദൈവം.
അത് ഞങ്ങളെ വിശ്വാസത്തിൽ ഒത്തിരി ഉറപ്പിച്ചു. 2014 സെപ്റ്റംബർ മാസം എനിക്ക് ആൺപൈതലിനെ തന്നെങ്കിൽ 2016 ജനുവരി 5-ാം തീയതി അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺ പൈതലിനെ കർത്താവ് അടിയന് ദാനമായി തന്നു. അവൾ കർത്താവിന് വേണ്ടി ആരാധിക്കുന്നവളാകട്ടെ, അനേകർക്ക് ആരാധന ലീഡ് ചെയ്യുന്നവളാകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി അവർക്ക് ആരാധന എന്ന് അടിയൻ പേരിടുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ മെഡിക്കൽ സയൻസ് പറഞ്ഞു ഒരു സാധ്യതയും ഇല്ലെന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തെ ഏറ്റെടുത്തപ്പോൾ, അവന്റെ വചനം ഉള്ളിൽ വന്നപ്പോൾ അതെല്ലാം വെട്ടി മാറ്റിയിട്ട് പുതിയ ജീവൻ നമ്മളിലേക്ക് പകരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ സാക്ഷ്യത്തിൽ കൂടെ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ദൈവമക്കളെ, നിങ്ങൾ ഒരു തീരുമാനം എടുക്കാമോ? നിങ്ങളുടെ തീരുമാനം നടപ്പിലാക്കാൻ നിങ്ങൾ ശക്തരെങ്കിൽ, അതിനകത്ത് ഉറച്ചു നിൽക്കുമെങ്കിൽ പ്രവർത്തിപ്പാൻ ശക്തനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇത്രയൊക്കെ ആയിട്ടും എന്റെ സഹധർമ്മിണി, എന്റെ പ്രിയപ്പെട്ടവൾ സ്നാനപ്പെടുവാനോ അല്ലെങ്കിൽ ആ ദൈവഭാഗത്ത് വരുവാനോ ഒന്നും കൂട്ടാക്കിയില്ല. ഇഷ്ടമാ. എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ഒരുമിച്ചാണ് ആരാധനയ്ക്ക് പോയിരുന്നത്. ഒരു സങ്കടം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ വചനം മെല്ലെ 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 പഠിക്കാൻ തുടങ്ങിയത്. അവിടെ ഒരു വചനം ഞാൻ കണ്ടു. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഏകനായി ഞാൻ ഇറങ്ങി പ്രാർത്ഥിക്കും, പാടും, കൂടെവരൊക്കെ ശരിയാ. എന്നാലും സ്നാനപ്പെട്ടവർ കൂടെയുള്ളപ്പോൾ, അഭിഷേകമുള്ളവർ കൂടെയുള്ളപ്പോൾ അതൊരു വലിയ ബലമാണ്, അതൊരു വലിയ ശക്തിയാണ്. അതിനായി ഞാൻ 5 വർഷം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിന് മറുപടി ഉണ്ട്, നിശ്ചയമാണ്. 2018 നവംബർ മാസം 23-ാം തീയതി ബാംഗ്ലൂരിൽ നിന്നും കൊല്ലത്തേക്ക് കടന്നു വന്ന ഒരു ദൈവദാസനെ കാണുവാനിടെ അദ്ദേഹം സംസാരിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ടവൾ സ്നാനപ്പെടുവാൻ തയ്യാറായി. ഇത്രയേറെ സന്തോഷമുള്ള ഒരു ദിവസം പിന്നെ ഉണ്ടായിട്ടില്ല. അത്രയേറെ സന്തോഷമായിരുന്നു. അത് കേട്ട് ഭവനത്തിൽ വന്ന് എന്റെ മാതാവിനോട് എന്റെ സഹധർമ്മിണി, എന്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, ഞാൻ നാളെ സ്നാനപ്പെടാൻ തയ്യാറാകും. നീ സ്നാനപ്പെടുന്നെങ്കിൽ ഞാനും സ്നാനപ്പെടും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ എന്റെ മാതാവിന്റെയും എന്റെ പ്രിയപ്പെട്ടവളുടെയും സ്നാനം 2018 നവംബർ 24-ാം തീയതി കർത്താവ് സ്വർഗത്തിലെ ദൈവം അത് ചെയ്തെടുപ്പാൻ കൃപ തന്നു. അങ്ങനെ ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സന്തോഷപൂർവ്വം അന്നു മുതൽ സത്യത്തിൽ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. മെല്ലെ 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 എന്റെ കടഭാരങ്ങൾ വർദ്ധിച്ചു. കടയില് വ്യാപാരമുണ്ട്, കടഭാരങ്ങളും വർദ്ധിച്ചു വന്നു. അപ്പോഴും ഈ പലതും കേൾക്കുന്നുണ്ട്. നീ വ്യാപാരം ചെയ്യേണ്ടവനല്ല, നിന്റെ വേല വേറെയാണ്, നീ ഇതിനായി വിളിക്കപ്പെട്ടവനല്ല. ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല. 2017 ഒരു ദൈവസ്വരം ഞാൻ കേട്ടു. നീ ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടവനാണ്, നിന്നെ ദൈവം കണ്ടിരിക്കുന്നതാണ്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവനാണ്. ഇതൊന്നും കേട്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ദശാംശം കൂടുതൽ കൊടുക്കണമായിരിക്കും, അല്ലെങ്കിൽ ദൈവദാസന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി പ്രാർത്ഥിപ്പിക്കണമായിരിക്കും. ഇതൊക്കെയായിരുന്നു എന്റെ ചിന്ത. എന്നാൽ 2017 ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യേ 2 ദൈവദാസന്മാർ ഒരേ കാര്യം തന്നെ എന്നോട് പറയുകയുണ്ടായി. അങ്ങനെ ഒരു തീരുമാനമെടുത്തു, അടിയൻ ദൈവവേല ചെയ്തു കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. 2018 ഞാൻ എല്ലാ വ്യാപാരങ്ങളും നിർത്തി അല്പകാലത്തേക്ക് ഒരു കാഷ്യൂ ഫാക്ടറിയില് ഓഫീസ് മാനേജറായി ജോലി ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. അവിടെ കടന്നുപോയി ഏതാണ്ട് 3 മാസം അവിടെ ജോലി ചെയ്തു. 3-ാം മാസം ആയപ്പോഴേക്കും വളരെ വിശ്വസ്തനായി കണ്ട എന്റെ കരങ്ങളിൽ എല്ലാ താക്കോലുകളും അദ്ദേഹം ഏൽപ്പിച്ചു. ഏൽപ്പിച്ചതിന്റെ അടുത്ത ആഴ്ച തന്നെ വലിയൊരു ദുരന്തം അവിടെ ഉണ്ടായി. അദ്ദേഹത്തിന്റെ 1,16,00,000 രൂപ ഹാക്ക് ചെയ്തു പോയി. ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, സാറേ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, മെയിൽ കിട്ടുന്നില്ല, മെയിൽ അയക്കാൻ പറ്റുന്നില്ല, ഒത്തിരി പ്രയാസങ്ങളുണ്ട് എന്ന് ഞാൻ പറയുമ്പോഴും അദ്ദേഹം പറയും, കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, എന്റെ കയ്യിൽ ഐഫോൺ ആയിരിക്കുന്ന ഒരു പ്രയാസമില്ല, ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ പണം അയച്ച് 4-ാം പക്കം ആണ് അദ്ദേഹം അറിയുന്നത് ഈ പണം മൊത്തം പോയി. 4-ാം പക്കം എന്റെ സമയം 5 മണി വരെയുള്ളൂ ജോലി സമയം. 6:30 മണിയായിട്ടും ഞാൻ അവിടുന്ന് തിരിച്ചില്ല. അദ്ദേഹത്തിന്റെ പ്രയാസം കണ്ടിട്ട് ഏതാണ്ട് 8:30 മണിയായപ്പോൾ അദ്ദേഹം എന്റെ നേരെ വിരല് ചൂണ്ടിക്കൊണ്ടുവന്ന്, നീയാണ് ആ പണം എടുത്തത്, നീയാണ് ആ പണം മോഷ്ടിച്ചത്.
മനസ്സാ വാചാ കർമ്മണ അറിയാത്ത ആ വിഷയം കേട്ടപ്പോൾ ഞാനങ്ങ് നടുങ്ങിപ്പോയി. ഞാനങ്ങ് ഭൂമി പിളർന്ന് അതിനകത്ത് പോയതുപോലെ ആയിപ്പോയി. ഒത്തിരി പ്രയാസത്തിലായി. ഏതാണ്ട് 10 മണി വരേക്കും അവിടെ നിന്നിട്ട് ഞാൻ തിരികെ വീട്ടിലേക്ക് കടന്നു വന്നു. എനിക്ക് ഇരിക്കാൻ ഒക്കുന്നില്ല, കിടക്കാൻ ഒക്കുന്നില്ല, ഉറങ്ങാൻ ഒക്കുന്നില്ല, സംസാരിക്കാൻ ഒക്കുന്നില്ല, ഭക്ഷണം കഴിക്കാൻ ഒക്കുന്നില്ല. ഞാൻ ഒത്തിരി പ്രയാസത്തിലായി. ഞാൻ അറിയുന്ന ഒരു ദൈവദാസനെ അന്ന് രാത്രി ഞാൻ വിളിച്ചു. പാസ്റ്ററെ, എനിക്ക് അവിടുന്ന് ഒന്ന് കാണണം, എനിക്കൊരു വിഷയമുണ്ട്, എനിക്ക് സംസാരിക്കണം. എന്താ ജനാർദ്ദന, എന്താ വിഷയം? ഇല്ല പാസ്റ്ററെ, ഞാൻ അവിടെ വന്നു പറയാം, എനിക്ക് കാണണം. എന്റെ പൊന്നു കുഞ്ഞെ, നീ ഇങ്ങോട്ട് കടന്നു വരണ്ട, ഞാൻ താമസിക്കുന്ന ഒത്തിരി ഉള്ള ഏരിയയിലാണ്, നീ ഇവിടെ എത്തിപ്പെടുകയില്ല, നീ നാളെ രാവിലെ വന്നാൽ മതി. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഇന്ന് രാത്രികാലം ഞാൻ മരണപ്പെട്ടു പോകും, എനിക്ക് സഹിക്കാൻ പറ്റാത്ത വിഷയമാണ്, പ്രയാസമാണ്. അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞു, നീ വരണ്ട, വരാൻ കഴിയത്തില്ല. അത് ഞാൻ കേൾക്കാതെ അന്ന് രാത്രി തന്നെ ഞാൻ എന്റെ വാഹനവുമായി പുറപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു തന്നെ ഏതാണ്ട് ആ വഴിയിൽ കൂടെ ഞാൻ കടന്നുപോയി. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ നാട്ടിൽ എത്തിപ്പെടാൻ കഴിയത്തില്ല. പക്ഷേ ഞാൻ വണ്ടി കൊണ്ട് ഒരാളിനെ കണ്ടു, അവിടെ നിർത്തി. ഞാൻ ചോദിച്ചു, ഇന്ന പാസ്റ്ററിന്റെ വീടാണോ? അതെ, ഈ പാസ്റ്ററിന്റെ വീട് ഈ കാണുന്നതാണ്. ഒരു ദൈവദൂതനെ പോലെ ദൈവം ഒരു മനുഷ്യനെ അവിടെ ഇറക്കി നിർത്തി. അവിടെ കയറി അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ എടുത്തിട്ടില്ലല്ലോ? ഞാൻ എടുത്തിട്ടില്ല പാസ്റ്ററെ. നിശ്ചയം ദൈവം അതറിയുന്നു. നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ദൈവത്തിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെയാണ് ഒരു വചനം വെളിപ്പെട്ട് വന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ അത് പൊട്ടിക്കിളിക്കും എന്ന വചനം എനിക്ക് ദൈവം അദ്ദേഹത്തിലൂടെ എന്നോട് പകർന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് വരെ പ്രാർത്ഥിക്കാതിരുന്ന എന്നെ കർത്താവ് പ്രാർത്ഥിപ്പാൻ ഇടവരുത്തി. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോ, അല്പകാല താമസം വരുമെങ്കിലും നിന്റെ നിരപരാധിത്വം കർത്താവ് തെളിയിക്കും. ഞാൻ കരുതി 1 വർഷം എടുക്കുമായിരിക്കും, 2 വർഷം എടുക്കുമായിരിക്കും, പ്രയാസമാണല്ലോ. അദ്ദേഹം അയച്ചത് മറ്റൊരു നാട്ടിലേക്കായി പണം. ഞാൻ എല്ലാ ദിവസവും ആ ബാങ്കിൽ കയറി ഇറങ്ങുമായിരുന്നു. ആ പണം എന്തായി, ഏതായി, ഇല്ല, ഒരു രക്ഷയുമില്ല. എവിടാ പോയത്, എന്താ പോയതെന്ന് അറിയത്തില്ല. എണ്ണി 12-ാം ദിവസം സ്വർഗത്തിലെ ദൈവം വലിയ അത്ഭുതത്തെ ചെയ്തു. അദ്ദേഹത്തിന് പോയത് 1,16,00,000 ആ 12 ദിവസത്തെ പലിശയും കൂടെ ചേർത്ത് എന്റെ ദൈവം അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് അത് തിരികെ ലഭിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. നിന്റെ നിരപരാധിത്വം കർത്താവ് തെളിയിക്കുമെന്ന് പറഞ്ഞത് ഏറ്റെടുത്ത് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഏത് പ്രയാസകരമേറിയ വിഷയമായിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കാൻ നീ തയ്യാറാണോ? നിന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. എന്റെ ജാമ്യക്കാരൻ ഈ ഭൂമിയിലല്ല, എന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലാണ്. എന്നെ 12 ദിവസം കൊണ്ട് ആ പണം തിരികെ കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിച്ചു. എന്റെ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇതൊരു വലിയ സാക്ഷ്യമായി എന്റെ ജീവിതത്തിൽ ഇന്നും നിലനിൽക്കുന്നു. അവിടെയും ഞാന് കർത്താവിനെ ഉയർത്തി. അവിടെ ആയിരുന്ന എല്ലാവരോടും ഞാനത് പറയുവാൻ ഇടവന്നു. അതിനുശേഷം ഞാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ അല്പദിവസം ജോലി ചെയ്തു, ഒരു ബുക്ക് സ്റ്റാളിൽ. അവിടെ ഇരുന്നും ഞാൻ ഒരുപാട് പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ തന്നു. ഞാൻ എവിടെയെല്ലാം ജോലി ചെയ്തിരുന്നു, ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് അവിടുന്ന് എല്ലാം അനേകരെ ദൈവഭാഗത്തിലേക്ക് തിരിക്കുവാൻ ദൈവം ഒരു വലിയ കൃപ തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അതങ്ങനെ സംഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ മകന് ഒരു പ്രത്യേക വിഷയമുണ്ടായി. രാത്രി 12 മണിയാകുമ്പോൾ അവൻ അലറി തുടങ്ങും. സാധാരണ കുഞ്ഞുങ്ങൾ അമ്മയെന്നോ അമ്മ എന്നോ കരഞ്ഞു വിളിക്കും. ഇത് അങ്ങനെയല്ല, അലറുകയാണ് കുഞ്ഞ്. ഒരു വലിയ പാരമ്പര്യം വിട്ടല്ലേ പുറത്തു വന്നത്. ഞാൻ അതിനെ വിട്ടാലും എന്നെ വിടാത്ത ചില പാരമ്പര്യ ശക്തികളുണ്ട്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളെ പിന്തുടരുന്ന പാരമ്പര്യ ശക്തികളുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവത്തിന്റെ മുന്നിൽ ഒന്ന് മുട്ടുകുത്താൻ കഴിയുമോ? ദൈവം സകലത്തിൽ നിന്നും സ്വാതന്ത്ര്യം കൽപ്പിക്കുന്ന ദൈവമാണ്. 1 വർഷക്കാലം ഞാൻ അതുമായി പ്രയാസപ്പെട്ടു. രാത്രി അവനെ എടുക്കാൻ കഴിയത്തില്ല, ഭയങ്കര ഭാരമാ.
ചെറിയ കുഞ്ഞിന് എന്തോരം ഭാരമുണ്ടാകും. ഏറിപ്പോയാൽ 10 കിലോമീറ്റർ. ഇത് അങ്ങനെയല്ല, ഒരു മനുഷ്യനെ കൊണ്ട് എടുക്കാൻ കഴിയത്തില്ല. പാരമ്പര്യ ശക്തികളുടെ ബന്ധനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൈവം അല്പനേരത്തേക്ക് അതിലേക്കൊന്ന് വിട്ടുകൊടുത്തുവെങ്കിലും എന്റെ കുഞ്ഞിനെ അതിൽ നിന്നും മടക്കി വരുത്താൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ പ്രയാസമായിക്കൊള്ളട്ടെ, എത്ര വലിയ ഭൂതമായിക്കൊള്ളട്ടെ, എത്ര വലിയ ബാധയായിക്കൊള്ളട്ടെ, അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം സഹായിക്കുമെന്ന് ഒരു കാര്യം എനിക്ക് നിശ്ചയമാണ്. അഭിഷേകമുണ്ടോ, ശുശ്രൂഷയുണ്ടോ, നിങ്ങളുടെ പിന്നിൽ കൂടുന്ന ഒരുവനുണ്ട്. അത് മറന്നു പോകണ്ട. എന്നാൽ അതിൽ തളരരുത്, തിരിഞ്ഞു നോക്കരുത്. ഓട്ടം മുന്നിലേക്ക് ഓടുക, ഓട്ടം മുന്നിലേക്ക് ഓടുക. തികച്ച് നമ്മെ നിലനിർത്തുവാൻ ശക്തനായവനാണ് ഞാനും നിങ്ങളും സേവിക്കുന്ന നസറേയനായ യേശു. അവന് ആ രോഗം സൗഖ്യമായി. ആ ബന്ധനത്തിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു. അതിന്റെ പിന്നിൽ ഒത്തിരി കണ്ണുനീരുണ്ട്. ഒത്തിരി ദൈവദാസന്മാരുടെയും കരച്ചിലും കണ്ണുനീരും പ്രാർത്ഥനയുമുണ്ട്. ദൈവം അതൊന്നും നിരസിക്കുന്നവനല്ല. അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ മറ്റേത് എന്റെ കുഞ്ഞിന്റെ വിഷയം ആർക്കും കാണാൻ കഴിയത്തില്ല, പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അത് കഴിഞ്ഞ് അല്പ ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ രണ്ടാമത്തെ കുഞ്ഞ്, എന്റെ പ്രിയപ്പെട്ട മോൾക്ക് ചെറിയ വിഷയം ഉണ്ടായി. അത് പ്രകടമായി പുറത്ത് കാണത്തക്ക രീതിയിൽ വളരെ ഒരു ഓമനത്വമുള്ള കുഞ്ഞാണ്. അതിന്റെ മുഖത്ത് ചെറിയ ഒരു കുരുപ്പ് പോലെ വന്നു. അത് മുഖം മൊത്തമായി, ശരീരം മൊത്തമായി, കണ്ടാൽ ഭയന്നു പോവത്തക്ക രീതിയിൽ ഭയം പാടുണ്ടാകും കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ. അതൊരു പാരമ്പര്യ ശക്തിയുടെ ഒരു മുറുകെ പിടിത്തമായിരുന്നു. നിന്നെ എങ്ങനെയെങ്കിലും വിശ്വാസത്തിൽ നിന്ന് വീഴ്ത്തും, നിന്നെ വിശ്വാസത്തിൽ ഞാൻ മറിച്ചിടും, നിന്നെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ നിന്റെ കുടുംബത്തെ ഞാൻ വിട്ടു തരിക ഇല്ല എന്ന് മുറുകെ പിടിച്ചിരുന്ന ആ പാരമ്പര്യ ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ ദൈവദാസന്മാരും സഭയും ഒന്നിച്ചു പ്രാർത്ഥിച്ചു, അനേകരും പ്രാർത്ഥിച്ചു. ബാംഗ്ലൂരിലുള്ള പലരും പ്രാർത്ഥിച്ചു, ഡൽഹിയിലുള്ളവർ പ്രാർത്ഥിച്ചു, പുറം നാട്ടിലുള്ളവർ പ്രാർത്ഥിച്ചു. രക്തം വാർന്നൊഴുകും മുതുകത്തിൽ. ഇങ്ങനെ രക്തം ഒരു ബെഡ്ഷീറ്റിനകത്ത് അതിനെ കിടത്തിയാൽ മനുഷ്യനില്ലേ, രാത്രിയാകുമ്പോൾ ഉറങ്ങിപ്പോവും. കുഞ്ഞതെല്ലാം ചൊറിഞ്ഞു പൊട്ടിച്ച് രാവിലെ ആകുമ്പോൾ മൊത്തം രക്തമയമായിരിക്കും. ഇതൊക്കെ ഏതെന്ന് നമുക്ക് മനസ്സിലാകും, എന്നാൽ പുറമേയുള്ളവർക്ക് അത് മനസ്സിലാകില്ല. പ്രാർത്ഥനയുടെ ഫലമായി 90-ാം ദിവസത്തെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, അന്നത്തെ ഫോട്ടോയും എന്റെ കയ്യിലുണ്ട്. അതൊന്നും കാണിപ്പാൻ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഒരു വിഷയം വന്നിട്ടുള്ളതായിട്ട് അവളുടെ മുഖത്തോ ശരീരത്തോ ഇല്ലാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഒരു നയമാനോട് പറഞ്ഞു, നീ വിശ്വസിച്ചു മുങ്ങൂ, നീ അത് ചെയ്യൂ, നീ അത് പ്രവർത്തിക്കൂ. അവന്റെ ശരീരം ബാലന്റെ ശരീരം ആയതുപോലെ എന്റെ കുഞ്ഞിന് അതേ പഴയ ശരീരം ദൈവം തിരിച്ചു കൊടുപ്പാൻ ഇടവന്ന്. എന്താ കർത്താവേ ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിക്കുന്നത്? എന്താ കർത്താവേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ നിനക്കിത് സംഭവിച്ചത് നന്നായി, ഞാൻ കഷ്ടത്തിലായത് നന്നായി. 119-ാം സങ്കീർത്തനം അങ്ങനെ പറയുന്നത്. ഈ വചനം പഠിക്കേണ്ടതിന്, ഈ വചനം എന്റെ ഉള്ളത്തിൽ ഉറക്കേണ്ടതിന് ഞാൻ കഷ്ടത്തിലായത് നന്നായി. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എനിക്ക് കഴിയും. ഈ വിഷയത്തിലൂടെ കടന്നു പോകുന്നവർ വന്ന് കരയുമ്പോൾ അവർക്ക് ആശ്വാസം പറയാൻ, ദൈവത്തോട് നിലവിളിക്കുവാൻ എനിക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. 2019 ഞാൻ എല്ലാം ഉപേക്ഷിച്ച് സെമിനാരിയിലേക്ക്, പുനലൂരിലായിരിക്കുന്ന ബഥേൽ ബൈബിൾ കോളേജിലേക്ക് കടന്നു പോകാൻ ഇടവന്നു. അവിടെ ചെന്നപ്പോൾ വലിയ പ്രതിസന്ധി. പഠിച്ചൽപ്പം മുന്നോട്ട് കയറിയപ്പോൾ ശാരീരികമായി വലിയ പ്രയാസങ്ങൾ ഉണ്ടായി. ഒരു സെമസ്റ്റർ കട്ടാകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഏതാ വിഷയവും അറിയത്തില്ല. വയറിന് വല്ലാത്ത വേദന. 1 വർഷക്കാലം ഞാൻ അത് കൊണ്ടു നടന്നു. 2022 ജൂലൈ മാസം 1-ാം തീയതി കൊല്ലത്തെ ഒരു പ്രമുഖ ആശുപത്രിയിൽ ഞാൻ എന്റെ സഹധർമ്മിണിയെ വിളിച്ചുകൊണ്ട് പോയി. നേരെ എമർജൻസി കയറി. ഞാൻ അവിടെ ഇഞ്ചക്ഷൻ എടുത്തു. അവർ പലതും ചെയ്യുന്നുണ്ട്. എന്റെ വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടാകുന്നില്ല. ഏതാണ്ട് 12 മണി മുതൽ 4 മണി വരെ ആ വലിയ ആശുപത്രിയെ ഇളക്കി മറിച്ചു എന്റെ വേദന കാരണം. ഞാൻ അവസാനം എന്റെ സഹധർമ്മിണിയോട് ഞാൻ ടാറ്റ പറഞ്ഞു. ഞാൻ ഇതാ മരണത്തിലേക്ക് പോകുകയാണ്, ഞാൻ മരിക്കുകയാണ്. അപ്പോഴാണ് എന്റെ വൈഫ് പറഞ്ഞത്, ശുശ്രൂഷയുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ദൈവവേലയുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ദൈവം വിടുവിക്കുന്നവനല്ലേ. നമ്മൾ എത്ര കണ്ടതാ. ആ പറഞ്ഞത് എനിക്ക് ഊർജമായി. ദൈവം എന്നെ തൊട്ടു. 4 മണിക്കൂർ ഇളക്കി മറിച്ചത് പടയേന്ന് ആ ഒരു സ്വിച്ച് ഇട്ടതുപോലെ എന്റെ വേദനയ്ക്ക് ശമനം വന്നു.
അതിനുശേഷം ഒത്തിരി ചികിത്സകളൊക്കെ ചെയ്തു, ഒത്തിരി സ്കാനിങ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിലൊന്നും എന്താ രോഗം, ഏതാ രോഗം എന്നൊന്നും ആർക്കും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരത്തൊരു ആശുപത്രിയിൽ പോയി അവരും പറയുന്നത് യാതൊന്നും, നിങ്ങൾ പറയുന്നതായിട്ടുള്ള യാതൊന്നും നിങ്ങളുടെ ശരീരത്തിലില്ല. സ്കാനിങ് 4 എടുത്തു, 5 എടുത്തു, ഇതിലൊന്നും നിങ്ങൾ പറയുന്ന യാതൊരു വിഷയമില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, എന്നെ വചനം പഠിക്കാതിരിക്കേണ്ടതിന്, ഞാൻ ശുശ്രൂഷ ചെയ്യാതിരിക്കേണ്ടതിന്, അനേകരുടെ മുറിവ് കെട്ടാൻ ഇരിക്കേണ്ടതിന് ശത്രു ചെയ്ത ചില പദ്ധതികൾ അവിടെയും ഞാൻ മുട്ടുകുത്തി, ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ ദൈവദാസന്മാർ എന്നെ നടത്തിയവർ പ്രാർത്ഥിച്ചു, സഭ പ്രാർത്ഥിച്ചു, ഞാൻ വിടുവിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഞാന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ 60 പേരാ, അതിൽ 10 പേര് ഡോക്ടർമാരാ, മെഡിക്കൽ ഡോക്ടർമാരാണ്. അതിൽ പ്രമുഖനായവൻ പറഞ്ഞു, 3 മാസത്തിൽ കൂടുതൽ പോകത്തില്ല ജനാർദ്ദന, പോക്ക, നീ സർജറി ചെയ്തില്ലേ, ഇതിന്റെ കാര്യം പോക്ക. വളരെ സ്പഷ്ടമായി അദ്ദേഹം പറഞ്ഞു. ഹലോ, സ്തോത്രം. 3ാം വർഷവും ഇതാ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. 2022 ജൂലൈ മാസം 1-ാം തീയതി ആ സംഭവിച്ചത് 3 മാസം മാത്രമേ നിൽക്കത്തുള്ളൂ, നിന്റെ ജീവൻ പോകുമെന്ന് പറഞ്ഞ് 2026 കാണുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. 45 വയസ്സുള്ള കാലേബ് പറഞ്ഞു, കേട്ടു ചിലത്. 85 വയസ്സായപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഞാൻ ശക്തനാണ്, ഞാൻ യുദ്ധം ചെയ്യും, ഞാനത് പിടിച്ചെടുക്കും. ആ ആർജവം നമ്മളിൽ ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരേക്കും ആ ഒരു വേദന എനിക്ക് വന്നിട്ടില്ല. ഒത്തിരി പേർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു വയറുവേദന എനിക്ക് വന്നില്ലായിരുന്നെങ്കിൽ വേദന എന്തെന്ന് ഞാൻ അറിയില്ലായിരുന്നു. ഇന്ന് വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിക്കുന്നു, ദൈവം വിടുവിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. സമാനമായ അനുഭവം എന്റെ പ്രിയപ്പെട്ടവൾക്കും കടന്നു വന്നു. ഒരു ദിവസം കൊണ്ട് അവൾ പെട്ടെന്ന് വയറുവേദനയ്ക്ക് കീഴ്പ്പെട്ടു. എന്റെ മാതാവ് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു. രാത്രി 8 മണിയായപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ പോകാനായി വീണ്ടും പ്രാർത്ഥിച്ച് ഇറങ്ങുവാൻ തുടങ്ങിയപ്പോൾ എന്റെ മൂത്ത പൈതൽ ഒറ്റ വചനം പറഞ്ഞ്, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അവൻ എന്തു പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, ഇതൊന്നും ആർക്കും അറിയത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്വിച്ച് ഇട്ടതുപോലെ ആ വയറുവേദന മാറുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, മുല പിടിക്കുന്നവരുടെ കുഞ്ഞുങ്ങളുടെ മേലിൽ കർത്താവിന്റെ അനുഗ്രഹം വളരെ വലുതാണ്. വചനം വേഗത്തിൽ സഞ്ചരിക്കുന്നതും അത് ക്രിയ ചെയ്യുന്നതുമാണെന്ന് അന്ന് എനിക്ക് ദൈവം ബോധ്യപ്പെടുത്തി. ഞങ്ങളുടെ കുടുംബത്തെ ദൈവം അത് ബോധ്യപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. 2022 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുകയും ഞാൻ എന്റെ സെമിനാരിയിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. അതിനുശേഷം ഞാൻ ആയിരിക്കുന്ന ദേശത്ത് ഒരു വേല തുടങ്ങി. വളരെ പ്രയാസമുള്ള ഒരു നാടാണ്. ക്രൈസ്തവർ ഒത്തിരി പേരുണ്ട്, വേർപാട് വിശുദ്ധിയും ആചരിക്കുന്ന സഭകൾ ഒത്തിരിയുണ്ട്, ഹൈന്ദവരുണ്ട്. എന്നാൽ ആരെയും നേടാൻ സാധിച്ചില്ല. ഞങ്ങളായിരുന്ന സ്ഥലത്ത് വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കടന്നു വന്നു. ഞങ്ങൾ മനസ്സിലാക്കി, ഇവിടെ ഞങ്ങളെ ഉറപ്പിക്കാതിരിക്കേണ്ടതിന് ഈ ദേശാധിപതി ശക്തി ഞങ്ങളുടെ മേൽ പോരാടുന്നു, ഞങ്ങളെ ഓടിക്കുവാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ ജനിച്ചു വളർന്നതെല്ലാം കൊല്ലം പട്ടണത്തില്ല. ഞങ്ങൾ ഈ ഉരകങ്ങളെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. വീടിനകത്തു വരെ ഇത് കടന്നു വന്നു ഞങ്ങളെ ഓടിക്കുവാന്. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഒരു കോട്ട കെട്ടിയത് കൊണ്ട്, ഒരു വേലി കെട്ടിയത് കൊണ്ട് ഞങ്ങൾക്കോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ എന്റെ അമ്മച്ചിക്കോ യാതൊന്നും സംഭവിക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം കരുതി. ഒത്തിരി ദൈവദാസന്മാര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടെ കടന്നു വരികയും ചെയ്തിരുന്നു. വന്നവരെല്ലാം പറഞ്ഞത്, ഇവിടെ എല്ലാം പാമ്പുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ വളരെ വിഷമിച്ചു. ഒരു പകലിൽ ഞാൻ കാണുന്ന വളരെ വണ്ണം കൂടിയ ഒരു സർപ്പം അവിടെ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ആ മൂലയ്ക്ക് ഇങ്ങനെ ചുരുണ്ടിരിക്കുക. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ നിന്റെ ദാസനാണ്,
ഈ സാധനത്തിനെ ഇവിടുന്ന് ഓടിക്കണം, ഇതിന് ഇവിടെ കടന്നു വരരുത്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അവിടുന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞതും അത് ഇഴഞ്ഞ് മറ്റൊരു കോമ്പൗണ്ടിലേക്ക് കടന്നുപോയി. ഞാനത് മനസ്സിലാക്കുന്നത്, കണ്ണാൽ കാണുന്ന ചില പാമ്പുകളെയും തേളുകളെയും അങ്ങനെ പോയെങ്കിൽ കർത്താവ് പറഞ്ഞ അധികാരം അന്ന് അവിടെ വെച്ച് ദൈവം കൈമാറുകയായിരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള വലിയ ഒരു അധികാരം ദൈവം തന്റെ ജനത്തിനുമേൽ, തന്റെ ശുശ്രൂഷകന്മേൽ പകരുന്നുള്ളത് ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കി. പിന്നെ അതിനെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ദൈവം വലിയവനാണ്, വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ വെച്ച് തന്നെ ഒത്തിരി പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അടിയന്റെ പ്രിയപ്പെട്ടവൾ ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ട് ഹോസ്പിറ്റലുകളെല്ലാം അഡ്മിറ്റായി. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. ഞങ്ങൾ തളർന്നു പോയില്ല, ഞങ്ങൾ ചോർന്നു പോയില്ല. ഞങ്ങൾ ഇറങ്ങി സകല സ്ഥലത്തും സുവിശേഷം പറഞ്ഞു. ഞങ്ങൾ സൈക്കിൾ ചവിട്ടിയും സ്കൂട്ടറിൽ യാത്ര ചെയ്തും തെരുക്കോണുകളിൽ നിന്നും ഒത്തിരി പേരെടുത്ത് സുവിശേഷം പറഞ്ഞു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പറഞ്ഞതൊന്നും വൃഥാവായി പോകത്തില്ല. ഇന്നില്ലെങ്കിൽ നാളെ അത് പൊട്ടിക്കിളിക്കും, അതൊരു വലിയ കൂട്ടമായി മാറുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും ഉറപ്പായും വിശ്വസിക്കുന്നു. ദൈവാലോചന പ്രകാരം ആ ഭവനത്തിൽ നിന്നും മറ്റൊരു ഭവനത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. ഇപ്പോൾ ആയിരിക്കുന്നത് പുതിയൊരു സ്ഥലത്ത്, അതേ ദേശത്ത് തന്നെ ഒരു പുതിയ സ്ഥലത്താണ് ആയിരിക്കുന്നത്. ദൈവം സഹായിച്ച് 1-2 കുടുംബങ്ങൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. അത് കൂടാണ്ട് ഞാനായിരുന്ന കൊല്ലം പട്ടണത്തിൽ നിന്നും വളരെ വിരലിലുണ്ടാവുന്ന ചിലർ കടന്നു വരികയും ആരാധനയ്ക്ക് സംബന്ധിക്കുകയും ചെയ്യുന്നു. നവംബർ മാസം 9-ാം തീയതി എന്റെ മാതാവ് പെട്ടെന്ന് ഒന്ന് വീണിട്ട് കാലിന് ചെറിയ ഫ്രാക്ചർ വരികയും ഒരു 6ഓളം സ്റ്റിച്ച് ഇടുകയും മുതുകൊക്കെ പൊട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. വലിയ പ്രയാസത്തിൽ കൂടെ കടന്നുപോയി. അങ്ങനെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ മടങ്ങി വരികയും, വലിയ പ്രയാസങ്ങളായിരുന്നത് കൊണ്ട് എന്റെ സഹോദരിയെ അവരുടെ ഭവനത്തിൽ നിന്നും പറഞ്ഞു വിടുകയും എന്റെ സഹോദരി ഇവിടെ വരികയും അമ്മയെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു. അതുമായി ബന്ധപ്പെടാത്ത മറ്റെന്തോ വിഷയം വന്നിട്ട് ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, എന്റെ ഈ കൈകളിൽ കിടന്നാണ് എന്റെ പിതാവ് മരണത്തിലേക്ക് തെന്നി മാറിയത് എന്നത്. ആ അവസ്ഥ അതെല്ലാം കണ്ടവനാണ് ഞാൻ. അതേ രീതിയിൽ കൂടെ എന്റെ മാതാവ് കടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടു. അവിടെ പ്രത്യാശ വിടാതെ ഞാൻ പ്രാർത്ഥിക്കുവാൻ ഇടവന്നു. കണ്ണുകളെല്ലാം അടഞ്ഞു, കൈകളെല്ലാം മരവിക്കുന്നു, തലയ്ക്ക് വേദന എടുക്കുന്നു, വല്ലാത്ത പ്രയാസം. ഞങ്ങൾ അല്പനേരം പ്രാർത്ഥിച്ചു. രാത്രി 3 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന ഞങ്ങൾ 5:30 മണി വരെ പ്രാർത്ഥിച്ചു. 5:30-ക്ക് അമ്മ കിടക്കയിൽ നിന്നും എഴുന്നേറ്റിരുന്ന് എന്റെ മകൾക്ക് വേണ്ടി തലയെ കൈവച്ചു പ്രാർത്ഥിപ്പാൻ ഇടവന്നു. എന്റെ സഹോദരി ജീവനുള്ള ദൈവത്തെ കാണുവാൻ ഇടവന്നു, എന്റെ ദൈവത്തെ കാണുവാൻ ഇടവന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പെന്തക്കോസുകാരന്റെ മകനായി ജനിച്ചു എന്നതുകൊണ്ട് ദൈവത്തിനെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അത്രയേറെ ഒരു ബന്ധമുണ്ടാകുകയോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അവരവർ യേശു ക്രിസ്തുവിനെ കാണുകയും അവരവർ എൻകൗണ്ടർ ചെയ്യുകയും നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്താൽ ആ അനുഭവം വളരെ വലുതാണ്. അങ്ങനെ എന്റെ സഹോദരി സ്വർഗത്തിലെ ദൈവത്തെ നേരിട്ട് കണ്ടു. വിടുവിക്കുന്ന ഒരു കരമുണ്ടെന്ന് മനസ്സിലാക്കി, വിടുവിപ്പാൻ ശക്തനുള്ള ആണ് എന്ന് കണ്ടു മനസ്സിലാക്കുവാൻ ദൈവം വലിയ കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ കഷ്ടം വന്നത് നന്നായി. എന്നെ കേൾക്കുന്നവരെ, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, ഒരു കഷ്ടം വരുമ്പോൾ മുട്ടുകുത്താമോ? കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കുവാനിട വന്നു, ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. ആ പർവ്വതത്തോട് പറയേണ്ടത്, എനിക്ക് പർവ്വതമേ ഇതിലും വലിയ ഒരു ദൈവമുണ്ട്. ദൈവത്തോട് ചെന്നിട്ട് പർവ്വതങ്ങളെ കുറിച്ച് പറയുകയല്ല, പർവ്വതത്തെ നോക്കി പറയേണ്ടത്, പ്രശ്നമേ എന്റെ ദൈവം വളരെ വലിയവനാണ്, കോട്ടകളെ തകർപ്പാൻ കഴിയുന്നവനാണ്, എന്റെ പരിചയും പലകയും എന്റെ ദൈവമാണ്. അങ്ങനെ ജീവങ്കലിലേക്ക് മടങ്ങി വരുവാൻ സ്വർഗം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം എന്റെ മാതാവ് ഞാനായിരിക്കുന്നിടത്ത് കൈയടിച്ച് ആരാധിക്കുകയും കർത്തൃമേശ എടുക്കുകയും ഒക്കെ ചെയ്യാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. കരഞ്ഞു പ്രാർത്ഥിക്കാമോ? ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ അനേക വിഷയങ്ങളിൽ കൂടെ കർത്താവ് കടത്തിവിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാന് ഇവിടെ ഈ ആലയം തുടങ്ങുന്നതിന് മുന്നേ, ഈ പ്രവർത്തനം തുടങ്ങുന്നതിന് മുന്നേ ഞാനായിരുന്ന ആ സ്ഥലത്ത്
ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു. ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കർത്താവ് ചെയ്തു. കൊല്ലം പട്ടണത്തിൽ നിന്നും അനേകരെ നേടുവാൻ കർത്താവ് വലിയ കൃപ ചെയ്തു. അങ്ങനെ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിൽ നിന്നും അനേകരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ ഇടവന്നു. അങ്ങനെ അതിലുള്ള ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. വേഗത്തിൽ ഞാൻ ഒരു ബുക്ക് സ്റ്റാളിൽ ഞാൻ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അവർക്ക് മറ്റു ബുക്ക് സ്റ്റാളുകളുമുണ്ട്. അവിടെ അല്പ ദിവസം ജോലി ചെയ്യുവാനും കർത്താവ് കൃപ ചെയ്തു. അവിടെ ആയിരുന്ന ഒരു സഹോദരിയോട് കർത്താവിന്റെ സുവിശേഷം പറഞ്ഞു. അപ്പൊ എന്റെ വീട്ടിലൊന്ന് വരണേ. പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ ചെന്നു. നമ്മുടെ ഭിത്തി മൊത്തം ഇങ്ങനെ പടങ്ങൾ അടുക്കി വെച്ചേക്കുക. ഞാൻ പറഞ്ഞു, ഇതൊന്നും ജീവനുള്ളതല്ല സഹോദരി, ചേച്ചി, ഇതൊന്നും ജീവനുള്ളതല്ല. ജീവനുള്ള ദൈവത്തെ ഞാൻ കാട്ടിത്തരാം. ഇതെല്ലാം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 1.5 മണിക്കൂർ ഇരുന്ന് സുവിശേഷം പറഞ്ഞു, കർത്താവിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ നാളെ വരാം, നാളെ വേണമെങ്കിൽ ഞാൻ സഹായിക്കാം, ഇതെല്ലാം എടുത്തു മാറ്റാൻ ഞാൻ ചേച്ചിയെ സഹായിക്കാം. പിറ്റേ ദിവസവും ഞാൻ പ്രാർത്ഥനയോട് അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ യാതൊന്നും കാണുവാൻ ഇടവന്നില്ല. അവിടെ വിളക്കില്ല, കിണ്ടിയില്ല, ചന്ദനത്തിരി കത്തിക്കുന്ന സ്ഥലമില്ല, ബിംബങ്ങളില്ല, ഫോട്ടോ ഇല്ല, ഒന്നുമില്ല. എല്ലാം എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. പ്രൈസ്. നിങ്ങൾ അഭിഷേകത്തോടെ ചിലത് ചെയ്യാമോ? വിശ്വാസത്തോടെ ചിലത് പറയാമോ? അനേകർ ദൈവഭാഗത്തേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും, വിടുവിക്കും, മാനിക്കും നിങ്ങളെ. അതാണ് ശുശ്രൂഷ. എല്ലാവർക്കും ഒന്നും സ്റ്റേജുകൾ കിട്ടണമെന്ന് നിർബന്ധവുമില്ല. എല്ലാവർക്കും ഒന്നും പ്രൈസ് ദി ലോർഡ് പ്രവചിക്കാനുള്ള ശുശ്രൂഷ ദൈവം പകരുകയില്ല. എന്നാൽ ഒരു ശുശ്രൂഷ എല്ലാവർക്കും ഉണ്ട്. കർത്താവിനെ പറയുക. അന്ത്യകൽപ്പന അങ്ങനെയാണ് പറയുന്നത്. എല്ലാവരെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ. അത് ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയുമോ? ദൈവം നമ്മെ ശക്തമായി ഉപയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഞാൻ അടുത്തൊരു വിഷയം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഇതിനിടയ്ക്ക് ഒരു വിഷയം പറയുവാൻ ഞാൻ മറന്നുപോയി, വിട്ടുപോയതാണ്. എന്റെ സ്നാനത്തിന് ശേഷം അല്പ ദിവസം മുന്നോട്ട് പോയി. ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല. എങ്ങനെയോ ദൈവം അതിനകത്ത് വലിയ പ്രവൃത്തി അയച്ചു. ഞാനും എന്റെ വൈഫും കൂടെ വണ്ടിയിലെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു അപകടമുണ്ടായി. വീഴാൻ ദൈവം അനുവദിച്ചില്ല. ശരീരമൊന്ന് ഉലഞ്ഞു. അതിന്റെ പിറ്റേ ദിവസമാണ് എന്റെ വൈഫ് കൺസീവ് ആയിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. നാളുകൾ മുന്നോട്ട് പോയി, പൂർണ്ണഗർഭിണിയായി. ഡേറ്റ് തന്നിട്ടുണ്ട്. ആ ഡേറ്റിന് ഒരാഴ്ചക്ക് മുമ്പേ തിളച്ച എണ്ണ, അദ്ദേഹം എന്റെ ഭാര്യ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തലകറക്കം ഉണ്ടായി. തിളച്ച എണ്ണ ഇങ്ങനെ മേത്തൂടെ വീണു. പക്ഷെ എന്റെ വൈഫിന്റെ പിതാവ് അടുത്തുണ്ടായിരുന്നത് കൊണ്ട് ഓടി വന്ന് വയറിൽ പൊതിഞ്ഞ് പിടിച്ചത് കൊണ്ട് വയറിലൊന്നും സംഭവിച്ചില്ല. കൈകൾ രണ്ടും പൊള്ളി കുമിളകളായി മാറി. അദ്ദേഹത്തിന്റെ കൈ ഇവിടം മുതൽ ഇവിടം വരെ കുഴിഞ്ഞു പോയി. തിളച്ച എണ്ണയല്ലേ. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ പോരാട്ടം വലുതാണ്. ഒരു തലമുറയെ പുറത്തു വരുവാൻ പിശാച് അനുവദിക്കുകയില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു. പ്രസവം അടുത്തിരിക്കുന്നു. അടുത്ത ആഴ്ചയാണ് ഡേറ്റ്. സുഖപ്രസവം നടക്കേണ്ടതിന് യാതൊരു സാധ്യതയുമില്ല. കൈകളെല്ലാം പൊള്ളിയിരിക്കുന്നു. കൈകളിൽ പിടിക്കാനൊക്കത്തില്ല, കാലിൽ പിടിക്കാനൊക്കത്തില്ല, വയറ് മാത്രം പൊള്ളിയില്ല. ദൈവത്തിന്റെ കരുതൽ വലുതാണ്. ഒരു പ്രയാസത്തിൽ കൂടെ കടക്കുമ്പോഴും ഒരു കരുതലിന്റെ കരമുണ്ടെന്ന് മറന്നു പോകരുത്. നിന്നെ വീഴ്ത്തുവാൻ ശത്രു ശ്രമിക്കും, പദ്ധതികൾ ഇടും. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ കരം നിന്റെ കൂടെയുണ്ട്, എന്റെ കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് പ്രൈസ് ദി ലോർഡ് നാം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കരയുവീൻ. യെരൂശലേം പുത്രിമാരെ, എന്നെ ഓർത്ത് കരയണ്ട. ഇന്ന് പലരുടെയും വിഷയങ്ങൾ ഫോട്ടോ കണ്ടും ബിംബം കണ്ടും യേശുവേ നിനക്കിങ്ങനെ ഭവിച്ചുവോ എന്ന് ഇന്നും കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ല, നീ നിനക്ക് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുവീൻ. എന്റെ ചിന്തയാണ്. അതിനകത്ത് വിവാഹം കഴിയാത്ത സഹോദരിമാരും ഉണ്ടായിരുന്നിരിക്കാം. എന്റെ ചിന്തയാ. അവിടെ അവരോടും കരയാൻ പറഞ്ഞു. എന്തിനാ? അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയേണ്ട ഒരു കാലഘട്ടമാണ്. വളരെയധികം കരയേണ്ട കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. റേച്ചൽ ആന്റിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്
ഒരു വിജി സിസ്റ്ററാണ്, പാലക്കാടുള്ള വിജി സിസ്റ്ററിന്റെ മകൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. വിജി സിസ്റ്റർ ജോയ്സ് ടിവിക്കകത്ത് തന്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ വിഷയം കൂടെ ഞാൻ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോടും അവരോടും കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടാണ്. ഞാൻ എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന സഭയിലേക്ക് വിജി സിസ്റ്ററിന്റെ മകനെ കൂട്ടി വരുത്തുവാൻ ദൈവം കൃപ ചെയ്തു. അദ്ദേഹം ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിന്റെ മുകളിൽ ഒരു ഐസ്ക്രീം പാർലറിൽ വർക്ക് ചെയ്തിരുന്നു. ഒരു ഞായറാഴ്ച ഞങ്ങൾ ആരാധനയ്ക്ക് ശേഷം അങ്ങോട്ട് കടന്നു പോകുകയും ഈ മകനെ കാണുകയും പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇവനൊരു വിശ്വാസിയാണ്. അവന് മനസ്സിലായി ഞാൻ വെള്ളം ഉടുത്തത് കൊണ്ടല്ല, അല്ലാതെ തന്നെ അവന് മനസ്സിലായി ഞാനൊരു ദൈവദാസനായിരിക്കാമെന്ന്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തെ എന്റെ ഭവനത്തിലേക്ക്, എന്നെ ആക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ആരാധനയ്ക്ക് വിളിച്ചു വരുത്തി. അദ്ദേഹം കടന്നു വന്നു. ഒരാഴ്ച പോലും മുടക്കമില്ലാതെ അദ്ദേഹം കടന്നു വരാനിടയായി. ഉപവാസ പ്രാർത്ഥനകൾ വെക്കുമ്പോഴെല്ലാം അദ്ദേഹം കടന്നു വരിക. എല്ലാ ഞായറാഴ്ചയും ഞാനൊരു വചനഭാഗം അദ്ദേഹത്തിന് കൊടുക്കും. നേരത്തെ അല്ല, വരുമ്പോഴാ കൊടുക്കുന്നത്. കൃത്യമായി അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയുകയും കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവ പൈതലായിരുന്നു പ്രിയപ്പെട്ട അലൻ, വിജി സിസ്റ്ററിന്റെ മകൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കെ ഏപ്രിൽ മാസം 1, 2, 3 തീയതികളിൽ ഉപവാസം പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ആ മകൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റില്ല. ഞങ്ങളും അതെ, ഞങ്ങൾ ഒത്തിരി കാര്യങ്ങള് പഠിച്ചു. ദൈവം ഞങ്ങളെ പഠിപ്പിച്ചു, വെളിപ്പെടുത്തി തന്നു. ഒത്തിരി സംശയങ്ങൾ അവനുണ്ടായിരുന്നു, അതെല്ലാം തീർത്തു കൊടുപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. രാത്രികാലങ്ങളിൽ ഞാൻ ഒരു ദിവസം 1 മണിക്ക് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇദ്ദേഹം മുട്ടുമേൽ നിൽക്കുക. തലയിങ്ങനെ കുമ്പിട്ട് തറയിൽ വെച്ച് കുമ്പിട്ട് മുട്ടുമേൽ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കാഴ്ച ഞാൻ കണ്ടു. വലിയ രൂപാന്തരം ആ പൈതൽ ഉണ്ടാകുവാൻ ഇടവന്നുവെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്റെ ഭാര്യ ആ മകനോട് ചോദിച്ചു, കുഞ്ഞെ നീ ഇങ്ങനെ കഴിക്കാതിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ഉപവസിച്ച് ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ട്, നീ ഇങ്ങനെ ഉപവസിച്ചിട്ടുണ്ടോ? ഇല്ല ചേച്ചി, ഇല്ല ആന്റി, ഇങ്ങനെ ഞാൻ ഉപവസിച്ചിട്ടില്ല. എന്നാ നീ ഒരു നേരം കഴിച്ചിട്ട് നീ ഉപവസിക്ക്. വേണ്ട ആന്റി, ഇനി ഇങ്ങനെ പറ്റിയില്ലെങ്കിലോ, ഇനി ഉപവസിക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്നൊരു വാക്ക് അവൻ പറഞ്ഞു. പക്ഷെ അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല, കേട്ടവർക്കും മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്. 4-ാം തീയതി ആ മകൻ കടന്നുപോയി. 5-ാം തീയതി ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് അന്ന് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അത് അവര് താമസിക്കുന്ന ഫോറസ്റ്റിന്റെ അടുത്ത് ചേർന്നാണ് ആന ആ കുഞ്ഞിനെ ഉപദ്രവിച്ചു. ആ കുഞ്ഞ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. വിജി സിസ്റ്റർ മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങളെ വിളിക്കാറുണ്ട്. ഇവിടെ കടന്നു വന്നു, സാക്ഷ്യം പറഞ്ഞു. ഒത്തിരി സന്തോഷമാണ്. ദൈവം ആ സഹോദരിയെ വിടുവിച്ചത് ഓർത്ത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്നും ആ സഹോദരിയെ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് വളരെ നഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ആ സഹോദരി പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ പ്രശ്നത്തിന്റെ നടുവിലും ആ ഫോൺ അവർക്ക് കിട്ടി. ആ പൈതലിന്റെ ഫോണ് തന്റെ മകൻ മരിച്ചു കിടക്കുകയാണെന്ന് തിരിച്ചറിയാതെ, ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു എന്ന് തിരിച്ചറിയാതെ ആ ഫോൺ എടുത്ത് ആ ലോക്ക് തുറന്നു. ഇന്നും ആ സഹോദരി സാക്ഷ്യം പറയുമ്പോൾ പറയും, എന്റെ മകന്റെ പാസ്വേഡ് എനിക്ക് അറിയാമായിരുന്നു എന്ന്. ഇന്ന് എത്ര മാതാപിതാക്കൾക്ക് തന്റെ കുഞ്ഞുങ്ങളുടെ പാസ്വേഡ് അറിയാം. എത്ര ഭർത്താക്കന്മാരുടെ പാസ്വേഡ് ഭാര്യമാർക്കറിയാം. ഭാര്യയുടെ പാസ്വേഡ് എത്ര ഭർത്താക്കന്മാർക്കറിയാം, മാതാക്കൾക്കറിയാം, പിതാക്കൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇങ്ങനെയുള്ളവർക്കാണ് സ്വർഗമുള്ളത്. യാതൊരു മറയുമില്ലാതെ ആ പൈതൽ ജീവിച്ചു. ദൈവത്തെ അറിഞ്ഞു, സ്വർഗം എന്തെന്ന് തിരിച്ചറിഞ്ഞു, താൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു, തന്റെ ശത്രുക്കൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞു, ദൈവഭാഗത്തേക്ക് കടന്നു വന്നു, രൂപാന്തരപ്പെട്ടു. വലിയ മാറ്റങ്ങൾ ഉണ്ടായി ആ പൈതലിന്റെ ജീവിതത്തിൽ. ദൈവം തന്റെ പൈതലിനെ തന്നോട് ചേർത്തു. ഇതിനൊത്തിരി പ്രതികരണങ്ങൾ മറ്റു രീതികളിൽ ഉണ്ടായി. അതൊന്നും ഞങ്ങളാരും തൃണവത്കരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ആ പൈതൽ എവിടെയാ പോയിരിക്കുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞത് പ്രൈസ് ദി ലോർഡ് വീണ്ടും ഞാൻ അത് ഓർപ്പിക്കുകയാണ്. ഇത് ആരെയും പുകഴ്ത്തുവാനല്ല, ദൈവം വിടുവിക്കുന്ന വഴികളെ നാം ഓർക്കണം. ഓർത്തില്ലെങ്കിൽ അയ്യോ കഷ്ടം. എന്റെ മാതാവ് ഒറ്റ ദിവസം കൊണ്ടാണ് രൂപാന്തരം സംഭവിച്ചത്. എന്റെ പ്രിയപ്പെട്ടവൾ വന്ന് പറഞ്ഞു, ഞാൻ നാളെ സ്നാനപ്പെടുന്നു. അതെ, ഞാനും സ്നാനപ്പെടുന്നു. എന്റെ ഭവനത്തിലും ഒത്തിരി
ഒത്തിരി വിഗ്രഹങ്ങളും ഒത്തിരി ഫോട്ടോകളും ഒത്തിരി സാധനങ്ങളും. എന്റെ മാതാവ് പറഞ്ഞു ഇതെല്ലാം എടുത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. 70-ാമത്തെ വയസ്സിലാണ് എന്റെ മാതാവ് പറഞ്ഞു ഇതെല്ലാം എടുത്ത് കളഞ്ഞേര്, ഇതെല്ലാം കൊടുക്കേണ്ടടുത്ത് കൊടുത്തേര്, ഇത് ഒഴുക്കി കളയേണ്ടത് പൊട്ടിച്ചു കളയേണ്ടത് പൊട്ടിച്ചു കളഞ്ഞ്. ഇതാവണം വിശ്വാസം എന്നുള്ളത്. ഉറച്ച വിശ്വാസം ഉള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ ദൈവം മാനിക്കാതിരിക്കുമോ? നിശ്ചയമായും ദൈവം നമ്മെ മാനിക്കും. ദൈവം നമ്മെ ശക്തമായി ഉപയോഗിക്കും. വൻ കാര്യങ്ങളെ ചെയ്യും. ഒത്തിരിയിടത്ത് സുവിശേഷങ്ങൾ പറയുവാനും ഒത്തിരിയിടത്ത് പോയി പ്രാർത്ഥിപ്പാനും ദൈവം ഇന്നും കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഒത്തിരി പ്രയാസങ്ങളേറിയ ഒരു സ്ഥലത്താണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഒത്തിരി ഡ്രൈ ലാൻഡ് എന്ന് പറയാം. എന്നാലും ഞങ്ങൾ വിശ്വാസത്തോടെ നിൽക്കുന്നു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും, പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങൾ അതിനെ ഒന്നും നോക്കാതെ ഞങ്ങൾ നോക്കുന്നത് ഉയരത്തിലെ ദൈവത്തിനെയാണ്. ഞങ്ങൾ ഒന്ന് മാത്രം മനസ്സിലാക്കുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ചില വേല ചെയ്തെടുപ്പാനുണ്ട്, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. രോഗം ഞങ്ങളെ പിടിപെട്ടു, കടം ഞങ്ങളെ പിടിപെട്ടു, ചില പ്രയാസങ്ങൾ ഉണ്ടായി. അവിടെയെല്ലാം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം കൃപ ചെയ്തു. എന്റെ സഹോദരിയെ എന്റെ സഹോദരിയോട് ദൈവം സംസാരിച്ചു. അതൊരു വലിയ അനുഭവമായി, അനുഗ്രഹമായി ഞങ്ങൾ അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവുമോ യഹോവയെ സേവിക്കുന്നു. ഇന്ന് 10ഓളം പേർ കടന്നു വന്ന് ഞങ്ങളുടെ കൂട്ടായ്മയിൽ, ദൈവം തന്നിരിക്കുന്ന കൂട്ടായ്മയിൽ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്യുന്നു. ഒത്തിരി പേര് സൗഖ്യമാകുന്നു. ചിലർ കടന്നു വരുന്നത് സൗഖ്യത്തിന് വേണ്ടി മാത്രമാണ്. ചിലർ കടന്നു വരുന്നത് ചില കാര്യസാധ്യത്തിന്. നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമാകൊണ്ട്, നല്ലവനാകൊണ്ട്, നല്ല അപ്പനാകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം അരുളും. അതും മേടിച്ച് 4 ആക്കി മടക്കി പോക്കറ്റിൽ വെച്ച് തിരികെ പോകുന്നു. അവരറിയുന്നില്ല അവർക്ക് ലഭിച്ചത് ഏറ്റവും ചെറുതാണ്, വലുതുണ്ട്, നിത്യതയുണ്ടെന്ന് അവർ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സെമിനാരിയിൽ എന്നെ പഠിപ്പിച്ച പ്രിൻസിപ്പള് ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എല്ലാറ്റിനും ഉപവസിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എല്ലാറ്റിനും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, നിത്യതയ്ക്ക് വേണ്ടി ഉപവസിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം എന്നോട് ചോദിക്കുകയുണ്ടായി, ഞങ്ങളോട് ചോദിക്കേണ്ടത്. അതൊരു വലിയ ചലഞ്ചായി ഞാൻ ഏറ്റെടുത്തു. നിത്യതയെ എവിടെ പറഞ്ഞിരുന്നാലും, എവിടെ പ്രസംഗിക്കാൻ പോയിരുന്നാലും, എവിടെ ശുശ്രൂഷിക്കാൻ പോയിരുന്നാലും ഞാൻ നിത്യതയെ കുറിച്ച് പറയാതെ തിരികെ വരികയില്ല. യേശുപ്പച്ചനെ പറയുമ്പോൾ അതിന്റെ കൂടെ നിത്യതയും കൂടെ ചേർത്ത് പറയാതെ തിരികെ വരാൻ എനിക്ക് കഴിയത്തില്ല. എന്റെ എല്ലാ പ്രസംഗത്തിനകത്തും, എല്ലാ ഞായറാഴ്ചത്തെ ശുശ്രൂഷയ്ക്കകത്തും നിത്യത ഉയർന്നു നിൽക്കും. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ, നമ്മുടെ ചിന്താഗതികൾ മാറട്ടെ, നമ്മുടെ നോട്ടം മാറട്ടെ. ഈ ലോകത്ത് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെന്നേ, ഇതെല്ലാം നമുക്ക് ആവശ്യമാണെന്ന് ദൈവം തമ്പുരാൻ അറിയുന്നു. എന്നാൽ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരായി തീരാമോ? നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിപ്പാൻ ശക്തനാണ്. ഒരപ്പൻ മക്കൾക്ക് ചെയ്യുന്നത് പോലെ, ഒരമ്മ മക്കൾക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് സകലതും ചെയ്തു തരാൻ ദൈവം ശക്തനാ. ഒന്നും കണ്ടിട്ടല്ല എടുത്തു ചാടി ഇതിലേക്ക് ഇറങ്ങിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നും ദൈവം ശക്തമായി നിലനിർത്തുന്നു. പട്ടിണി കിടക്കാൻ ദൈവം അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ആശുപത്രിയിൽ കിടന്നുണ്ട് പ്രൈസ് കടം മേടിക്കാൻ ദൈവം അനുവദിച്ചില്ല. ടയർ പഞ്ചറായി ഒട്ടിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. മരുന്ന് മേടിച്ച് നശിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല. വിശ്വാസ ജീവിതത്തിൽ ഇതെല്ലാം കടന്നു വരുമെങ്കിലും അവിടെ നമ്മെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. വചനം ഇങ്ങനെ പറയുന്നത്, പ്രൈസ് വീഴാതെ വണ്ണം തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവമെന്ന്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അടിയന് ഇത്രത്തോളം ഈ സമയം അനുവദിച്ചു തന്ന പ്രിയ റേച്ചൽ ആന്റിക്കായി, ജോയ്സ് ടിവിക്കായി, ഇതിന്റെ സബ്സ്ക്രൈബേഴ്സിനായി, ഇതിന്റെ കേൾവിക്കാർക്ക്, കാണുന്നവർക്കായി ഞാൻ ഈ എന്റെ എളിയ സാക്ഷ്യത്തെ സമർപ്പിക്കുന്നു. ഇതാരെയും ഉയർത്താനല്ല, ആരുടെയും ഉയർച്ച കാണിക്കാനല്ല. സ്വർഗത്തിലെ ദൈവത്തെ വിളിച്ചാൽ അവൻ വിളി കേൾക്കും. എന്നെ കണ്ട ദൈവം കണ്ടിട്ടുള്ള ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. അവരെ തക്ക സമയത്ത് വിളിച്ചു പുറത്തിറക്കും. അവന്റെ ശുശ്രൂഷ അവൻ ഏൽപ്പിക്കും. നമ്മൾ എല്ലാവരും ശുശ്രൂഷകരാണ്. എല്ലാവരുടെ കയ്യിലും ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്തെടുക്കണമേ. ശങ്കിച്ചു നിൽക്കല്ലേ. ലോത്തിന്റെ ഭാര്യ നോക്കിയതുപോലെ തിരിഞ്ഞു നോക്കല്ലേ. മുമ്പിൽ വെച്ചിരിക്കുന്ന വിരുദിനെ നോക്കണമേ. പ്രൈസ് ദി ലോർഡ്. മോശയെ ഒന്ന് നോക്കിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. മോശ പ്രതിഫലം എന്തെന്ന് തിരിച്ചറിഞ്ഞു. അവൻ നിക്ഷേപങ്ങളെ കളഞ്ഞ്, മിസ്രൈമിലെ നിക്ഷേപങ്ങളെ അതിന് ഒരു വിലയും കൽപ്പിക്കാതെ ഇറങ്ങി തിരിച്ചു.
എന്നെ കേൾക്കുന്ന അനേകർ ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. വേല ഒത്തിരിയുണ്ട്. കർത്താവ് ആരാന്ന് അറിയാത്ത ജനം ഒത്തിരിയുണ്ട്. അതിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഒരുമിച്ച് നമുക്ക് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാം. എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അല്പസമയം അവിടുത്തെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്തു തന്ന വലിയ ഉപകാരങ്ങളും നന്മകളും കർത്താവെ ഈ ജോയ്സ് ടിവിയിലൂടെ വിളിച്ചു പറയുവാൻ അവിടുന്ന് തന്ന കൃപയ്ക്കായി സ്തോത്രം. റേച്ചൽ ആന്റിക്കായി, കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ സബ്സ്ക്രൈബേഴ്സിനായി ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ പ്രവൃത്തികൾ അവിടുന്ന് ചെയ്യണമേ കർത്താവെ. ഒത്തിരി പേര് ഇതിനകത്തൂടെ സാക്ഷ്യം പറഞ്ഞ്, ഒത്തിരി ജനം, ഒരുപാട് ജനം മനം തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ഒരു വലിയ മുഖാന്തരമായി ഇതിനെ മാറ്റണമേ കർത്താവ്. വലിയ ശുശ്രൂഷകൾ ഇതിലൂടെ പുറപ്പെട്ടു വരട്ടെ കർത്താവ്. കേൾക്കുന്നവർക്കെല്ലാം ഒരു അനുഗ്രഹമാകട്ടെ. കേൾക്കുന്നവർ വിശ്വാസത്തിൽ ഉറയ്ക്കട്ടെ. അവിടുത്തെ നാമം സർവനാമത്തിലും മേലായ നാമമായി വീണ്ടും ഉയരട്ടെ. ആ നാമം മഹത്വം എടുക്കട്ടെ. മനഃപൂർവ്വമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഇത് കേൾക്കുന്നവരെ, ഇത് ഷെയർ ചെയ്യുന്നവരെ, ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ, കർത്താവ് ഇത് വിശ്വസിക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അനേകരെ ഇതിനകത്ത് ഭാഗവത്താക്കണം. പ്രാർത്ഥന കേൾക്കും, വിടുതലയക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.